ഇന്നലെ പൗരത്വ ഭേദഗതി ബില്ലിന് ആവശ്യമായ റൂൾസ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ നിയമം സംഘപരിവാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപരമായി പീഡിപ്പിക്കപ്പെട്ട ഹിന്ദു മതവിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധന്മാർ ഈ വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ സംരക്ഷണം കൊടുക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വലിയൊരു നിയമമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിന് 2014 ഡിസംബർ മാസം 31 എന്നുള്ള തീയതി തന്നെ വെക്കുന്നു? ഇന്ത്യയിൽ ഈ ഓരോ ദിവസവും ഇന്നത്തെ തീയതി വരെ ഇന്ത്യയിലേക്ക് മതപരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന, ഇനി അഫ്ഗാനിസ്ഥാൻ അത് കൂട്ടിയത് എന്തിനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇനി അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ ആളുകളെയും ഇന്ത്യയിൽ സംരക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം എന്നുള്ളതിൽ ആരും എതിരല്ല. കാരണം അവർ തങ്ങൾക്ക് ന്യൂനപക്ഷ സംരക്ഷണം ആ രാജ്യങ്ങളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ രാജ്യങ്ങളിൽ തുടർന്ന ആളുകളാണ്. അങ്ങനെ കിട്ടാതെ അവർ മതപരമായി ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലുള്ള എല്ലാ ആളുകളും, ഹിന്ദു, സിഖ്, പാഴ്സി ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നതിന് ആരും എതിരല്ല. പക്ഷേ നിയമത്തിൽ എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? ഇന്ത്യയിലേക്ക് വരുന്ന പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പൗരൻ താൻ മതപരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുമോ? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിം വ്യക്തി താൻ മതപരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല. അത് ബംഗ്ലാദേശിനും ബാധകമാണ്. പക്ഷേ എന്തിനാണ് പിന്നെ ഇന്ത്യയുടെ ആർട്ടിക്കിൾ 14 വിരുദ്ധമായിക്കൊണ്ട്, മതപരമായി വിവേചനം പാടില്ല എന്നുള്ള നിയമത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഈ നിയമത്തിൽ മതങ്ങളുടെ പേര് എഴുതി ചേർത്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. മതങ്ങളുടെ പേര് കരുതിക്കുട്ടി എഴുതി ചേർത്തത് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു മതങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളിതാ ഒരു നിയമമുണ്ടാക്കിയിരിക്കുന്നു, അത് നരേന്ദ്രമോദിക്കും BJPക്കും മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ഒരു തെറ്റായ സന്ദേശം രാജ്യത്തിന് കൊടുത്തുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങലാണ് ഒന്നാമത്തെ ലക്ഷ്യം. എന്തിന് ഈ നിയമത്തിൻ്റെ മാനദണ്ഡം 2014 ഡിസംബർ 31 എന്ന് തീരുമാനിക്കുന്നു? അതിൻ്റെയും ആവശ്യമില്ലല്ലോ. ഭാവിയിൽ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്കും കൊടുക്കാമല്ലോ. ഈ രാജ്യങ്ങളിൽ മതപരമായി പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്ക് അത് മതം നോക്കാതെ എന്ന് വളരെ വ്യക്തമായി പറയുന്നത് മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനം ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വരില്ല. അതുകൊണ്ട് തന്നെ അത് വരാൻ പോകുന്ന ഭാവിയിൽ പീഡനമേറ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും കൂടെ പൗരത്വം കൊടുക്കുന്ന രൂപത്തിൽ തുറന്ന സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് മതങ്ങളുടെ പേര് എഴുതി വെച്ചുകൊണ്ട് 2014 ഡിസംബർ 31 വരെയുള്ള ആളുകൾക്കാണ് ഈ നിയമത്തിൻ്റെ പരിരക്ഷ കൊടുത്തത് എന്നുള്ളത് തന്നെ തട്ടിപ്പിൻ്റെ മുഖം വ്യക്തമാക്കുന്നു. ഇനി രണ്ടാമതായിട്ട് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ 6 പ്രകാരം അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ചില പ്രദേശങ്ങൾക്ക് ഇന്ത്യയുടെ ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ബാധകമല്ല. അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഷെഡ്യൂൾ 6 പ്രകാരമുള്ള പ്രദേശങ്ങളായ ദി നോർത്ത് കോച്ചാർ ഹിൽസ് ഡിസ്ട്രിക്ട് ആസാം, അതേപോലെ തന്നെ ദി കാർബി ആംഗ്ലോങ് ഡിസ്ട്രിക്ട് ആസാം, അതേപോലെ ദി ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഏരിയ ഡിസ്ട്രിക്ട് ആസാം, ഈ 3 ജില്ലകൾ ആസാമിൽ, മേഘാലയയിലുള്ള ദ ഖാസി ഹിൽ ഡിസ്ട്രിക്ട്, ദി ജൈൻഷ്യ ഹിൽസ് ഡിസ്ട്രിക്ട്, ദി ഗാരോ ഹിൽസ് ഡിസ്ട്രിക്ട്, ത്രിപുരയിലുള്ള ത്രിപുര ട്രൈബൽ ഏരിയാസ് ഡിസ്ട്രിക്ട്, മിസോറാമിലുള്ള ദി ചാഗ്മ ഡിസ്ട്രിക്ട്, മാര ഡിസ്ട്രിക്ട്, ദ ലായ് ഡിസ്ട്രിക്ട്, അങ്ങനെ ജില്ലകൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള 7 ജില്ലകളിൽ ഈ നിയമം ബാധകമല്ല. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് ജമ്മു കാശ്മീരിനുള്ള വകുപ്പ് എടുത്തു കളഞ്ഞ്, പ്രത്യേകമായ അധികാരമുള്ള വകുപ്പ് എടുത്തു കളഞ്ഞെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ 371A എന്ന് പറയുന്ന ഒരു വകുപ്പ് നാഗാലാൻഡിൽ നിയമം നടപ്പിലാക്കണമെങ്കിൽ അവിടുത്തെ നിയമസഭ അംഗീകരിക്കണം. ഇതേവരെ അംഗീകരിച്ചിട്ടില്ല. നാഗാലാൻഡിൽ ഈ നിയമം ബാധകമല്ല. 371G പ്രകാരം മിസോറാമിന് ഈ നിയമം ബാധകമല്ല. അവിടെ നിയമം പാലിക്കണമെങ്കിൽ, നടപ്പിലാക്കണമെങ്കിൽ മിസോറാം നിയമസഭ അംഗീകരിക്കണം. 371F പ്രകാരം സിക്കിമിന് ഈ നിയമം ബാധകമല്ല. അപ്പോൾ പ്രധാനപ്പെട്ട വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാമിനും നാഗാലാൻഡിനും ആസാമിലെ പ്രധാനപ്പെട്ട ജില്ലകൾ, അതേപോലെ തന്നെ ത്രിപുരയിലെ ട്രൈബൽ ജില്ല, മിസോറാമിലെ ഒട്ടുമിക്ക പ്രദേശങ്ങൾ, ഇതൊന്നും തന്നെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികൾ ഇപ്പോൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക്, പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ പലതും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. അപ്പോൾ അവർക്ക് നിയമം ബാധകമായി ഇന്ത്യയിൽ പൗരത്വം ലഭിക്കണമെങ്കിൽ അവർ വീണ്ടും കുടിയേറി മറ്റൊരു പ്രദേശത്തേക്ക് മാറേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു വിഭാഗം ഈ നിയമത്തിൽ നിന്ന് പുറത്താണ്.
അപ്പോൾ ഇതൊക്കെ കബളിപ്പിക്കൽ നാടകങ്ങളാണ്, രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യത്തിൽ ഈ നിയമം ഒരു പൊതു നിയമമായിക്കൊണ്ട് എല്ലാ ഭാഗത്തും വൺ നാഷൻ വൺ ലോ എന്ന് പറഞ്ഞ തത്വം നടപ്പിലാക്കുകയാണെങ്കിൽ അത് രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കേണ്ടിയിരുന്നു. രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കുന്നില്ല. 2014 ശേഷം കുടിയേറാൻ പോകുന്ന ആളുകളുടെ കാര്യത്തിൽ വളരെ അരക്ഷിതാവസ്ഥയാണ്. അതേപോലെ തന്നെ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിച്ചുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിലും ഉപരിയായിക്കൊണ്ട് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് ഹിന്ദുക്കൾ ധാരാളമായി ഇന്ത്യയിൽ നേരത്തെ കുടിയേറിയ ആളുകളുണ്ട്. അവരെ പരിഗണിക്കുന്നില്ല. മ്യാൻമാറിൽ നിന്ന് വന്നിരിക്കുന്ന മുസ്ലിങ്ങൾ പോകട്ടെ, റോഹിംഗ്യൻ മുസ്ലിങ്ങളെ മാറ്റി നിർത്താം, അവിടെ നിന്നും ഹിന്ദുക്കൾ വന്നിരിക്കുന്നു. ടിബറ്റിൽ നിന്ന് ഹിന്ദു അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇവരെയൊന്നും അഡ്രസ്സ് ചെയ്യുന്നുമില്ല ഈ നിയമം എന്നുള്ളതാണ് പരിതാപകരമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ നിയമപരമായിട്ട് ഈ രാജ്യത്തെ ഈ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു മതക്കാരെ അഡ്രസ്സ് ചെയ്യുന്നൊരു നിയമമാണെങ്കിൽ സമ്പൂർണ്ണമായി ആ പ്രശ്നം പരിഹരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. അതും ശ്രമിക്കുന്നില്ല. രാജ്യത്തുള്ള ജനങ്ങളെ രണ്ടായി വിഭജിച്ചുകൊണ്ട് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള പൊതു തത്വം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വിവിധ കക്ഷികൾ, ഞാനും അതിന് ഹർജി കൊടുത്തൊരു വ്യക്തിയാണ് സുപ്രീം കോടതിയിൽ. അപ്പോൾ ഈ CAA-ക്കെതിരെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസുകൾ വിചാരണ പോലും ചെയ്യാതെ അതേക്കുറിച്ച് സുപ്രീം കോടതിക്ക് ഒരു വിലയും കൊടുക്കാതെ ഏകപക്ഷീയമായി നിയമം നടപ്പിലാക്കുകയാണ്. സുപ്രീം കോടതി ഇനിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമില്ല, വിചാരണ ആരംഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഒരു കബളിപ്പിക്കലാണ്, ആളെ പറ്റിക്കലാണ്. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് തെറ്റായ രൂപത്തിലാണ്. അത് ജനങ്ങൾക്കിടയിൽ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാനാണ്. സംഘപരിവാറിൻ്റെ ഈ കബളിപ്പിക്കൽ നാടകം ജനങ്ങൾ മനസ്സിലാക്കണം. നിയമത്തിൽ ഒരിക്കലും മതത്തിൻ്റെ പേരില്ലാതെ തന്നെ നല്ല രൂപത്തിൽ നടപ്പിലാക്കാവുന്നൊരു നിയമം മതത്തിൻ്റെ പേര് ചേർത്തുകൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നു. അത് തിരിച്ചറിയണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.